രംഗനാഥൻ. എന്താ സാർ ഈ നേരത്ത്? ചുമ്മാ ഒരു കുശലാന്വേഷണം. വന്ന കാര്യം പറഞ്ഞിട്ട് പോണം. എനിക്ക് വേറെ ചില കാര്യങ്ങളുണ്ട്. ഇന്നൊരു സംഭവം ഉണ്ടായി. വെള്ളിമൂങ്ങ, ഇരുതലമൂരി തുടങ്ങിയ വിലപിടിപ്പുള്ള ജീവികളെ കടത്തുന്നുവെന്ന രഹസ്യ സന്ദേശത്തെ തുടർന്ന് ഞാനൊരു ടെമ്പോ ട്രാവലർ പിന്തുടർന്നു. ഡ്രൈവറുടെ മരണപ്പാച്ചിലിനിടയിൽ ആ വണ്ടി ഒരു ബൈക്ക് യാത്രക്കാരനെ തട്ടിത്തെറിപ്പിച്ചിരുന്നു. പക്ഷേ കൃത്യനിർവഹണത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് അതിസാഹസികമായി ഞാൻ ആ വണ്ടി കസ്റ്റഡിയിൽ എടുത്തു. സ്വന്തം വീരകൃത്യം വിളമ്പാൻ വേണ്ടിയാണോ സാർ ഈ നേരത്തെ ഇങ്ങോട്ട് വന്നത്? ഒറ്റനോട്ടത്തിൽ വിലപിടിപ്പുള്ള ജീവികളെ കടത്തുകയായിരുന്നു ആ വണ്ടിയിൽ. നന്നായിട്ടൊന്ന് പരിശോധിച്ചപ്പോ ഒരു പെൺകുട്ടിയുടെ ശവം കൂടി അതിൽ നിന്ന് കിട്ടി. ഇതൊക്കെ എന്തിന് ഇവിടെ വന്ന് കളവുന്നു? KL2244 വണ്ടി നമ്പർ താങ്കളുടേതാണ്. അതിന് എന്റെ ഉടമസ്ഥതയിൽ അനേകം വണ്ടികളുണ്ട്. അതിലൊക്കെ എന്തു നടക്കണമെന്ന് അന്വേഷിക്കാനുള്ള സമയം എനിക്കില്ല. പോലീസ് മുറ പ്രയോഗിച്ചപ്പോ ഡ്രൈവർ എന്നോടെല്ലാം പറഞ്ഞു. വമ്പൻ സ്രാവുകൾക്ക് വേണ്ടി പെൺകുട്ടികളെ കാഴ്ചവെക്കുന്നതും തെരുവ് കുട്ടികളെ പോലും കടത്തിക്കൊണ്ടുപോയി അവയവങ്ങൾ അറുത്തു മാറ്റി വിൽക്കുന്നതും അടക്കമുള്ള ഒരുപാട് കുറ്റകൃത്യങ്ങൾ ഒരുപാട് കാലങ്ങളായി ചെയ്യുന്നുവെന്ന് അയാൾ സമ്മതിച്ചു. ഇതെല്ലാം അയാൾ ചെയ്യുന്നത് ഈ മേലെടുത്ത് രംഗനാഥന് വേണ്ടിയാണെന്നും. കൊള്ളാം, നിങ്ങളുടെ നിരീക്ഷണം വളരെ നന്നായിട്ടുണ്ട്. ചോദ്യോത്തരങ്ങൾക്ക് പ്രസക്തിയില്ലാത്ത മുഹൂർത്തങ്ങളിലൂടെ ഒരുപാട് തവണ കടന്നുപോയിട്ടുണ്ട് ഈ മേലെടുത്ത് രംഗനാഥൻ. ആ മേലെടുത്ത് രംഗനാഥൻ എന്ന മാന്യ വ്യക്തിക്ക് ഇങ്ങനൊരു മുഖം കൂടി ഉണ്ടെന്ന് നാളെ മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കും. ജേക്കബ്, നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഉയർന്ന പദവിയിലിരിക്കുന്ന പലരും എന്റെ പണത്തിന്റെ പങ്ക് പറ്റുന്നവരാണ്. തന്നെ ഇവിടെ വെച്ച് കൊന്ന് കുഴിച്ചുകൂടിയാലും ആരും അറിയാതെ നോക്കാൻ എനിക്കറിയാം. മിസ്റ്റർ രംഗനാഥൻ, താങ്കൾക്ക് തെറ്റി. എനിക്കെന്തെങ്കിലും സംഭവിക്കാത്തിടത്തോളം ഈ വാർത്ത പുറം ലോകം അറിയില്ല. മറിച്ചാണെങ്കിൽ ജോസ്മി ജോസഫ് എന്ന പെൺകുട്ടിയുടെ ശവം കീറി മുറിച്ച് പോസ്റ്റ്മോർട്ടം നടത്താൻ ഞാൻ TV ചാനലുകൾക്ക് ഇട്ടുകൊടുക്കും. പുതിയൊരു വാർത്ത വരും വരെ ചാനലുകളുടെ റേറ്റിംഗ് കൂട്ടാൻ പറ്റിയ നല്ലൊരു ഉപാധിയായിരിക്കും ജോസ്മി ജോസഫും രംഗനാഥനും. ജേക്കബ്, പറയൂ, നിങ്ങൾക്ക് എത്ര വേണം? കോടികളിട്ട് അമ്മാനമാടുന്ന മേലെടുത്ത് രംഗനാഥന്റെ ജീവന്റെ വിലയല്ലേ, അത് മനസ്സിൽ ഉറപ്പിച്ച് തന്നെയാ ഞാൻ വന്നിരിക്കുന്നത്. തൽക്കാലം എനിക്ക് ഒരു 20 കോടി മതിയാകും. പിന്നെ എന്റെ കൂടെയുള്ളവർക്ക് എന്തെങ്കിലും കൊടുത്തേക്കണം. നനഞ്ഞിടം കുഴിക്കാൻ ഏറ്റവും എളുപ്പമാണെന്ന് അറിയാവുന്നത് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്ക് തന്നെയാണ്. ഓക്കെ, ഞാൻ സമ്മതിച്ചില്ല. സർ, അവൻ കടന്നു വന്നു സാർ. അത് ശ്രദ്ധിക്കാൻ പറ്റില്ല സാർ. സാർ ഇപ്പൊ സാർ. ഓക്കെ സാർ. യെസ് സാർ. സാർ, നിങ്ങളുടെ ഡ്രൈവർ തട്ടിത്തെറിപ്പിച്ച ആൾ സ്പോട്ടിൽ തീർന്നു പോയിന്ന്. ഉടനെ അങ്ങോട്ട് എത്താനാണ് ഐജിയുടെ നിർദ്ദേശം. ഇനി ഇതിന്റെ പേര് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല, നിങ്ങൾ നോക്കണം. അത് പിന്നെ പറയാനുണ്ടോ? പക്ഷേ നാളെ ഞാൻ പറഞ്ഞ ടീം
അത് ഓക്കെ ആകണം. നാളെ എന്നൊരു ദിവസമുണ്ടെങ്കിൽ നിങ്ങൾക്കത് കിട്ടി. അപ്പോ കാണാം. എന്റെ ഭർത്താവിന് ഇങ്ങനെയൊരു മുഖം കൂടി ഉണ്ടായിരുന്നു. ദൈവമേ, ഞാൻ തൊട്ടുപോകരുതന്നെ. ഇത്ര നാളും മേലെടുത്ത് രംഗനാഥന്റെ ഭാര്യ എന്ന പദവി എനിക്കൊരു അഹങ്കാരമായിരുന്നു. മതി, കുറ്റപ്പെടുത്തിക്കോളൂ. പക്ഷെ നീ ഒന്നോർക്കണം, നിനക്കും നമ്മുടെ മകനും അല്ലലില്ലാതെ ആർഭടമായി ജീവിക്കാനാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്. ഒന്നുമില്ലായ്മയിൽ നിന്നും ഇതിലപ്പുറം ചെയ്യേണ്ടി വരും. നല്ല വഴികളിലൂടെ മാത്രം സഞ്ചരിക്കുന്ന ഒരുവന് ഈ സമൂഹത്തിൽ ഒന്നും നേടാൻ കഴിയില്ല എന്ന് നീ മനസ്സിലാക്കണം. എങ്കിലും മനുഷ്യ, കൊച്ചു പെൺകുട്ടികളുടെ മാംസത്തിന്റെ അംശമായിരുന്നല്ലോ എനിക്ക് പോലും നിങ്ങൾ ഊട്ടിയത്. ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കില്ല. നീയില്ലാത്ത ഈ വീട് ഒരു ശ്മശാനം പോലെയാണ്. ഒരുപാട് പേരുടെ ചോരയും കണ്ണീരും കൊണ്ട് കെട്ടിപ്പൊക്കിയ വീടല്ലേ. എനിക്കും ഇതിപ്പോ ശ്മശാന. ചേച്ചിയടാ, ഇവിടെ എനിക്ക് വരണം. ഇങ്ങനത്തെ അറിഞ്ഞു, എല്ലാം അറിഞ്ഞു. ഇവിടെ എനിക്ക് വാ. അരുന്ധതി, പെങ്ങള് അളിയൻ വരുന്നില്ലേ? എന്തിന്? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം. ഹലോ, അതെ, ഭാരതഭൂഷൺ ചാനൽ നോക്കട്ടെ. ആതിര സേവനത്തിൽ നോബൽ സമ്മാനം കിട്ടിക്കാണും. ഇനിയൊരു സുനാമിക്ക് കൂടി സാധ്യതയുണ്ടെന്ന് വിദഗ്ധരുടെ വിലയിരുത്തൽ. മുഹമ്മദ് നിസാമിനെ തൊഴിലാളിയെ മർദ്ദിച്ചു കൊന്ന കേസിൽ കഠിന തടവ് ശിക്ഷിച്ചു. താൻ കോഴ വാങ്ങിയെന്ന് പ്രചരിപ്പിക്കുന്നവർ തെളിവ് ഹാജരാക്കണമെന്ന് ദീപക് ചൗഹാൻ. ഇപ്പോൾ കിട്ടിയ വാർത്ത
വിശദമായ പരിശോധനയിൽ അജ്ഞാത വാഹനമിടിച്ച് കൊല്ലപ്പെട്ട യുവാവിന്റെ മൃതദേഹം പോലീസ് തിരിച്ചറിഞ്ഞു. പ്രമുഖ വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ മേലെടുത്ത് രംഗനാഥന്റെ മകൻ അനിരുദ്ധാണ് മരിച്ചത്. ബൈക്കിൽ അമിത വേഗതയിൽ ഹെൽമറ്റ് ധരിക്കാതെയാണ്. എന്റെ മോനെ ആർക്കു വേണ്ടി ഞാൻ ഈ കഷ്ടപ്പെട്ടത്? പണമുണ്ടാക്കാൻ ആർത്തിയിൽ ഓടി നടന്നപ്പോ കണ്ണു നിറച്ചൊന്നും കണ്ടില്ല ഞാൻ എന്റെ മോനെ. അവന്റെ കൂട്ടുകെട്ടുകൾ മോശമാണെന്നറിഞ്ഞിട്ട് പറഞ്ഞു തിരുത്തി നേർവഴിക്ക് നടത്തി വഴക്ക് പറഞ്ഞു ആട്ടി ഇറക്കിയതല്ലാതെ ഈ കൈ കൊണ്ടൊന്ന് തൊട്ട് ലാളിച്ചിട്ടില്ല ഞാൻ എന്റെ മോനെ. അളിയ, എനിക്കെന്റെ കുഞ്ഞിനെ അവസാനമായിട്ടൊന്ന് കാണണം. മുഖം തരാതെ നടന്നിരുന്ന അവന്റെ കവിളിൽ ഈ അച്ഛന്റെ സ്നേഹവാർത്തിൽ നിറഞ്ഞൊരു അന്ത്യചുംബനം നൽകണം. നമ്മൾ അരിക്കുട്ടനെ തല ചതഞ്ഞൊരു കൂട്ടൽ മാത്രേ. എന്നെ പോലെ മൃതിവരം തന്ന ജന്മമേ നിന്നൊടീ മലിനദേഹം ഇരന്നതേയില്ല ഞാൻ. നരകഗാഥയിൽ എന്നെ ആർത്തസ്വര കണികയായി കൊരുത്തിട്ടതെന്തുമീ. മൃതിവരം തന്ന ജന്മമേ നിന്നൊടീ മലിനദേഹം ഇരന്നതേയില്ല ഞാൻ. എങ്ങും മുഖംമൂടികളാണ് അരങ്ങുവാഴുന്നത്. ഭൂമി എന്ന ഗോളത്തിന്റെ നീലമയും പച്ചപ്പും നിറഞ്ഞ പുറംചട്ട പോലും ഒരു മുഖംമൂടിയാണ്. കപടതയുടെ മുഖംമൂടികളണിന് മറ്റുള്ളവർക്ക് നഷ്ടപ്പെടുത്തി നാം നേടിയെടുക്കുന്ന ഒന്നിനും ശാശ്വതമായൊരു നിലനിൽപ്പില്ല എന്ന തിരിച്ചറിവിൽ ഇവിടെ പൂർണ്ണമാകുന്നു ദി മാസ്ക്.